ഹലോ ഫ്രണ്ട്സ്, 2026 മാർച്ച് മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാം. അപ്പൊ ഈ ഒരു ക്ലാസ് അവസാനം വരെ നമ്മുടെ എല്ലാ കൂട്ടുകാരും കാണാൻ ശ്രമിക്കണം. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് നോക്കാം. 2026 മാർച്ച് മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ 2026 ഫെബ്രുവരിയിൽ പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായി ഏത് ആഫ്രിക്കൻ രാജ്യത്ത് നിന്നാണ് പുതിയ ബാച്ച് ചീറ്റകളെ ഇന്ത്യയിൽ എത്തിച്ചത്? ബോട്സ്വാന എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്നാണ്. പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് 2026 ഫെബ്രുവരിയിൽ പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായി ഏത് ആഫ്രിക്കൻ രാജ്യത്ത് നിന്നാണ് പുതിയ ബാച്ച് ചീറ്റകളെ ഇന്ത്യയിൽ എത്തിച്ചത്? ബോട്സ്വാന. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ATMP പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? സാനന്ദ്, ഗുജറാത്തിലെ സാനന്ദിലാണ് ATMP പ്ലാന്റ് വരുന്നത്. എന്താണ് ATMP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബ്ലി ടെസ്റ്റിംഗ് മാർക്കിംഗ് ആൻഡ് പാക്കേജിംഗ് ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ATMP പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? സാനന്ദ്, ഗുജറാത്ത്. 2026 ഫെബ്രുവരിയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ബൃഹത്തായ സൈനിക അഭ്യാസ പ്രകടനമായ വായു ശക്തി 2026 വേദി എവിടെയാണ്? ജയ്സാൽമീർ, രാജസ്ഥാനാണ് കേട്ടോ. രാജസ്ഥാനാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. 2026 ഫെബ്രുവരിയിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ബൃഹത്തായ സൈനിക അഭ്യാസ പ്രകടനമായ വായു ശക്തി 2026 വേദി എവിടെയാണ്? ജയ്സാൽമീർ, രാജസ്ഥാൻ. ജയ്സാൽമീറിലെ പൊക്രാൻ കേട്ടോ, പൊക്രാൻ ആണ്. അപ്പൊ ജയ്സാൽമീറിലെ പൊക്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലാണ് വായുശക്തി 2026 നടന്നത്. പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. 2026 ഫെബ്രുവരിയിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ബൃഹത്തായ സൈനിക അഭ്യാസ പ്രകടനമായിട്ടുള്ള വായുശക്തി 2026 നടന്നത് പൊക്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ച്, ജയ്സാൽമീർ, രാജസ്ഥാൻ. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ഇന്ത്യ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് ഏത് രാജ്യത്താണ്? ഓസ്ട്രേലിയയിലാണ് കേട്ടോ. ഓസ്ട്രേലിയയിലാണ് സ്ഥാപിക്കുന്നത് കേട്ടോ. പഠിച്ചു വെക്കണേ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ഇന്ത്യ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഓസ്ട്രേലിയ. ഒന്നുകൂടെ പറയാം. ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ഇന്ത്യ നിരീക്ഷണ കേന്ദ്രം, നോട്ട് ചെയ്തോണേ, ഇന്ത്യ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് ഏത് രാജ്യത്താണ്? ഓസ്ട്രേലിയയിലാണ്. അടുത്ത പോയിന്റ്, അടുത്തിടെ അമേരിക്ക ഇസ്രയേൽ സംയുക്ത സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 1989 മുതൽ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന വ്യക്തി ആരാണ്? അയത്തുള്ള അലി ഖമേനി. നമുക്കറിയാം, ഈ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായിട്ട് ഇറാനെ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആരാണെന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കാം. അയത്തുള്ള അലി ഖമേനി. ഇമ്പോർട്ടന്റ് ആണ്, ഇനി വരുന്ന പരീക്ഷയ്ക്ക് 1 മാർക്ക് പ്രതീക്ഷിക്കാം. പഠിച്ചു വെച്ചോളൂ. അടുത്തിടെ അമേരിക്ക ഇസ്രയേൽ സംയുക്ത സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 1989 മുതൽ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന വ്യക്തി ആരാണ്? അയത്തുള്ള അലി ഖമേനി. 2025-26 സീസണിലെ രഞ്ജി ട്രോഫിയിലെ ജേതാക്കൾ ആരാണ്? ജമ്മു കാശ്മീർ ആണ് കേട്ടോ. അപ്പൊ 2025-2026 സീസണിലെ രഞ്ജി ട്രോഫിയിലെ ജേതാക്കൾ ആരാണ്? ജമ്മു കാശ്മീർ ആണ്. ആദ്യമായാണ് ജമ്മു കാശ്മീർ രഞ്ജി ട്രോഫി കിരീടം നേടുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ 2025-2026 സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കൾ ആരാണ്? ജമ്മു കാശ്മീർ ആണ്. ആദ്യമായാണ് ജമ്മു കാശ്മീർ രഞ്ജി ട്രോഫി കിരീടം സ്വന്തമാക്കുന്നത്. ബയോടെക്നോളജി വകുപ്പിന്റെ 40ാം സ്ഥാപക ദിനത്തിൽ ആരംഭിച്ച പോർട്ടൽ ഏതാണ്? സുജ്വിക പോർട്ടലാണ്. പഠിച്ചു നോക്കണേ. ബയോടെക്നോളജി വകുപ്പിന്റെ 40ാം സ്ഥാപക ദിനത്തിൽ ആരംഭിച്ച പോർട്ടൽ ഏതാണ്? സുജ്വിക പോർട്ടൽ. അടുത്ത പോയിന്റ്, ഏത് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത ഒരു മിനി ഉപഗ്രഹമാണ് വികോസാറ്റ് കേട്ടോ? വികോസാറ്റ് തമിഴ്നാട് സംസ്ഥാനത്തെ വിദ്യാർത്ഥികളാണ് വികസിപ്പിച്ചെടുത്തത്. അപ്പൊ പഠിച്ചു നോക്കണം. ഏത് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത ഒരു മിനി ഉപഗ്രഹമാണ് വികോസാറ്റ് 1 എന്ന് പറയുന്നത്? വികോസാറ്റ് 1
തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത ഒരു മിനി ഉപഗ്രഹമാണ് വിക്കോസാറ്റ് 1. എന്താണ് വിക്കോസാറ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശിക കർഷകരെ അവരുടെ വിളകൾ സംരക്ഷിക്കാൻ സഹായിക്കുന്നതിന് ഫംഗസ് ബീജകോശങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ എന്നതാണ് ഈ മിനി ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം. അപ്പൊ എന്താണ്? പ്രാദേശിക കർഷകരെ അവരുടെ വിളകൾ സംരക്ഷിക്കാൻ സഹായിക്കുന്നതിനായിട്ടുള്ള ഫംഗസ് ബീജകോശങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഈ ഒരു മിനി ഉപഗ്രഹമായിട്ടുള്ള വിക്കോസാറ്റ് 1ന്റെ ലക്ഷ്യമായിട്ട് വന്നത്. വിക്കോസാറ്റ് 1 വികസിപ്പിച്ചെടുത്ത ആരാണ്? തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികളാണ് കേട്ടോ. തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികളാണ് വിക്കോസാറ്റ് 1 എന്ന് പറഞ്ഞ മിനി ഉപഗ്രഹം വികസിപ്പിച്ചെടുത്തത്. ഈ ഉപഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണ്? പ്രാദേശിക കർഷകരെ അവരുടെ വിളകൾ സംരക്ഷിക്കാൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫംഗസ് ബീജകോശങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഈ ഒരു വിക്കോസാറ്റ് 1 എന്ന് പറഞ്ഞ മിനി ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം. ക്ലിയർ ആണേ? അടുത്ത പോയിന്റ്, നീതി ആയോഗിന് കീഴിലുള്ള അടൽ ഇന്നൊവേഷൻ മിഷൻ ഇന്ത്യയുടെ ആദ്യത്തെ സംസ്ഥാന ഇന്നൊവേഷൻ മിഷൻ അഥവാ SIM ആരംഭിച്ചത് എവിടെയാണ്? അഗർത്തല, ത്രിപുരയാണ്. ത്രിപുരയിലെ അഗർത്തലയിലാണ്. ഒന്നുകൂടെ പറയാം, നീതി ആയോഗിന് കീഴിലുള്ള അടൽ ഇന്നൊവേഷൻ മിഷൻ ഇന്ത്യയുടെ ആദ്യത്തെ സംസ്ഥാന ഇന്നൊവേഷൻ മിഷൻ ആരംഭിച്ചത് എവിടെയാണ്? അഗർത്തല, ത്രിപുര. കേന്ദ്ര വാണിജ്യ വകുപ്പിന് കീഴിലുള്ള സ്പൈസസ് ബോർഡിന്റെ പുതിയ വൈസ് ചെയർമാനായി നിയമിതനായത് ആരാണ്? ഷാജി രാഘവനാണ്. ഒരു മണിക്കൂറിനുള്ളിൽ 2.5 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ നഗരം ഏതാണ്? വാരണാസിയാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. ഒരു മണിക്കൂറിനുള്ളിൽ 2.5 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ നഗരം വാരണാസിയാണ്. അടുത്ത പോയിന്റ് നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നടക്കുന്ന ഫ്രോസൺ ലേക്ക് ഹാഫ് മാരത്തോണിൽ വേദിയായ തടാകം ഏതാണ്? പാങ്കോങ് തടാകമാണ്. പാങ്കോങ് തടാകം എവിടെയാണ് വരുന്നത്? ലഡാക്കിലല്ലേ വരുന്നത്? പഠിച്ചു വെക്കണം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നടക്കുന്ന ഫ്രോസൺ ലേക്ക് ഹാഫ് മാരത്തോണിന് വേദിയായ തടാകം പാങ്കോങ് തടാകമാണ്. ലോക ബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന 2595 കോടി രൂപയുടെ കാർഷിക വികസന പദ്ധതിയാണ് കേര പദ്ധതി കേട്ടോ. പഠിച്ചു നോക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ്? ലോക ബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന 2595 കോടി രൂപയുടെ കാർഷിക വികസന പദ്ധതി ഏതാണ്? കേര പദ്ധതി എന്നാണ്. പരീക്ഷയ്ക്ക് ഇങ്ങനെയായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്, ലോക ബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന കാർഷിക വികസന പദ്ധതി ഏതെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? കേര പദ്ധതിയാണ്. കേര പദ്ധതിയുടെ ഫുൾ ഫോം ഒന്ന് അറിഞ്ഞിരിക്കണം. കേരയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ കേരള ക്ലൈമറ്റ് റെസിലന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രൊജക്ട് എന്നാണ് വരുന്നത് കേട്ടോ. അതിന്റെ മുഴുവൻ നാമം വരുന്നത്. അടുത്ത പോയിന്റ്, രാജസ്ഥാനിലെ മൗണ്ട് അബുവിന്റെ പുതിയ പേരെന്താണ്? അബുരാജ് ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. രാജസ്ഥാനിലുള്ള മലനിരയാണ് മൗണ്ട് അബു. അപ്പം രാജസ്ഥാനിലെ മൗണ്ട് അബുവിന്റെ പുതിയ പേരെന്താണ്? അബുരാജ് എന്നാണ് കേട്ടോ. മൗണ്ട് അബുവിന്റെ പുതിയ പേരെന്താണ്? അബുരാജ്. ഇന്ത്യൻ ബൈസൺ ഫെസ്റ്റിന്റെ 2ാം പതിപ്പിൽ ആതിഥേയത്വം വഹിക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഡെബ്രിഗഡ് വന്യജീവി സങ്കേതം ഒഡീഷയാണ് കേട്ടോ. അപ്പൊ ഇന്ത്യൻ ബൈസൺ ഫെസ്റ്റിന്റെ 2ാം പതിപ്പിന്റെ ആതിഥേയത്വം വഹിക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഡെബ്രിഗഡ് വന്യജീവി സങ്കേതം ഒഡീഷ. വന്യമൃഗങ്ങളെ മയക്കുവഴി വെക്കുന്നതിനായി ഡ്രോൺ ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ സംവിധാനം ഏതാണ്? ഗജാസ്ത്രമാണ് കേട്ടോ. ഗജാസ്ത്രം പഠിച്ചു വെക്കണേ. അപ്പൊ എന്താണ്? വന്യമൃഗങ്ങളെ മയക്കുവഴി വെക്കുന്നതിനായി ഡ്രോൺ ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ സംവിധാനം ഗജാസ്ത്രമാണ്. അതായത് ഈ ഒരു ഗജാസ്ത്രം എന്ന് പറഞ്ഞ ഈ ഒരു സംവിധാനം വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനായി 500 മീറ്റർ അകലെ നിന്ന് കൃത്യതയോടെ മയക്കുവെടി വെക്കാൻ സാധിക്കുന്ന ഡ്രോൺ സംവിധാനമാണ് ഈ ഒരു ഗജാസ്ത്രം എന്ന് പറഞ്ഞ സംവിധാനം. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയായിട്ടുള്ള CP രാധാകൃഷ്ണൻ തൃശ്ശൂർ വെച്ചാണ് ഈ ഒരു സംവിധാനം ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു നോക്കണേ. അപ്പൊ ഒന്നുകൂടെ പറയാം, വന്യമൃഗങ്ങളെ മയക്കുവെടി വെക്കുന്നതിനായി ഡ്രോൺ ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ സംവിധാനമാണ് ഗജാസ്ത്രം. വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനായി 500 മീറ്റർ അകലെ നിന്ന് കൃത്യതയോടെ മയക്കുമരുന്ന് വെക്കാൻ സാധിക്കുന്ന ഡ്രോൺ സംവിധാനമാണ് ഗജാസ്ത്രം എന്ന് പറഞ്ഞ ഡ്രോൺ സംവിധാനം. ഈ ഒരു ഡ്രോൺ സംവിധാനം ഇന്ത്യൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ തൃശ്ശൂരിൽ വെച്ചാണ് ഉദ്ഘാടനം ചെയ്തത്. അടുത്ത പോയിന്റ്, ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യപേപ്പറുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൈറ്റ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് കൈറ്റ് ക്യൂ ട്രാക്ക് ആണ്. പഠിച്ചു നോക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കും. എന്താണ് ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ എന്താണ്? +2 +1 +2 അല്ലേ? അപ്പൊ ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യപേപ്പറുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൈറ്റ് പുറത്തിറക്കിയ
മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് കൈറ്റ് ക്യൂ ട്രാക്ക് കേട്ടോ, കൈറ്റ് ക്യൂ ട്രാക്ക്. ശ്രീനഗർ സെൻട്രൽ ജയിലിന്റെ ആദ്യ വനിതാ മേധാവിയാകുന്നത് ആരാണ്? സബാ ഷാൾ ആണ് കേട്ടോ, സബാ ഷാൾ ആണ്. പഠിച്ചു വെക്കണേ, സബാ ഷാൾ ആണ്. അപ്പൊ ശ്രീനഗർ സെൻട്രൽ ജയിലിന്റെ ആദ്യ വനിതാ മേധാവിയാകുന്നത് ആരാണ്? സബാ ഷാൾ ആണ്. മരണപ്പെട്ടവരുടെ അവയവദാനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് കേട്ടോ. മരണപ്പെട്ടവരുടെ അവയവദാനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അടുത്ത പോയിന്റ്, കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്തി പരിഹരിക്കാൻ കൊല്ലം ജില്ലയിൽ നടപ്പിലാക്കുന്ന ആയുഷ്മാൻ മിഷന്റെ പദ്ധതിയാണ് ദൃഷ്ടി പദ്ധതി കേട്ടോ. പഠിച്ചു നോക്കണേ. അപ്പൊ എന്താണ്? കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്തി പരിഹരിക്കാൻ കൊല്ലം ജില്ലയിൽ നടപ്പിലാക്കുന്ന ആയുഷ് മിഷന്റെ പദ്ധതിയാണ് ദൃഷ്ടി പദ്ധതി. ഈ ഒരു ദൃഷ്ടി പദ്ധതി ഭാരതീയ ചികിത്സാ വകുപ്പും ആയുഷ് മിഷനും സംയുക്തമായിട്ടാണ് ഈ ഒരു ദൃഷ്ടി പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്തി പരിഹരിക്കാൻ കൊല്ലം ജില്ലയിൽ നടപ്പിലാക്കുന്ന ആയുഷ് മിഷന്റെ പദ്ധതിയാണ് ദൃഷ്ടി പദ്ധതി. ഇന്ത്യൻ നാവികസേനയ്ക്കായി റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ച മിസൈൽ ഏതാണ്? ഷീൽ മിസൈൽ ആണ് കേട്ടോ, ഷീൽ മിസൈൽ. അപ്പം എന്താണ്? ഇന്ത്യൻ നാവികസേനയ്ക്കായിട്ട് റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ച മിസൈലാണ് ഷീൽ മിസൈൽ. ഉൾക്കടലിലുള്ള മീൻപിടുത്ത യാനങ്ങളിലെ തൊഴിലാളികൾക്ക് കരയിലേക്കും തിരിച്ചും ആശയവിനിമയം സാധ്യമാക്കുകയും മുന്നറിയിപ്പുകൾ ലഭ്യമാക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് നഫ് മിത്രി കേട്ടോ, നഫ് മിത്രി. ഒന്നുകൂടെ പറയാം, ഉൾക്കടലിലുള്ള മീൻപിടുത്ത യാനങ്ങളിലെ തൊഴിലാളികൾക്ക് കരയിലേക്ക് തിരിച്ചും ആശയവിനിമയം സാധ്യമാക്കുകയും മുന്നറിയിപ്പുകൾ ലഭ്യമാക്കുകയും ചെയ്യുന്ന സംവിധാനത്തിന് പറയുന്ന പേരാണ് നഫ് മിത്രി, നഫ് മിത്രി. ICC വനിതാ ഏകദിന റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തിയ ബാറ്റർ ആരാണ്? സ്മൃതി മന്ദാനയാണ് കേട്ടോ, സ്മൃതി മന്ദാനയാണ്. അപ്പൊ എന്താണ്? ഈ ICC വനിതാ ഏകദിന റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തിയ ബാറ്റർ ആരാണ്? സ്മൃതി മന്ദാനയാണ്. അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അറിയാത്ത കൂട്ടുകാർക്കായിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാം ചാനലിൽ നടത്തുന്നുണ്ട്. അതായത് എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ 1 ഹവർ ലൈവ് സെക്ഷൻ ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാർക്ക് റെക്കോർഡഡ് സെക്ഷൻ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ആണ്. അതോടൊപ്പം തന്നെ PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എടുക്കുന്ന ക്ലാസ്സിന്റെ എല്ലാ നോട്ട്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്ലാസ്സിന്റെ പോലും നോട്ട്സ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകൾ, വീക്കിലി മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ റിവിഷൻ ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ് കേട്ടോ. റിവിഷൻ ക്ലാസ്സസ്, മോക്ക് ടെസ്റ്റുകൾ, PDF നോട്ട്സ്, റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതിന്റെ ഒരു കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഈ ഒരു ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ ഫീസ് ആയിട്ട് വരുന്നുള്ളൂ. അതായത് നിങ്ങളൊരു ബിരിയാണി മേടിച്ച് കളയുന്ന പൈസ മാത്രമേ വരുന്നുള്ളൂ. വെറും 200 രൂപയ്ക്ക് 6 മാസത്തേക്ക് എന്താണ് കറണ്ട് അഫയേഴ്സ് പക്കയാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അഡ്മിഷന് വേണ്ടി 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഡിഗ്രി ലെവൽ പരീക്ഷകൾ വരുന്നുണ്ട്, CPO, CEO, WCPO പരീക്ഷകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ 10th ലെവൽ ഗാദി ബോർഡ്, LGC കമ്പനി ബോർഡ്, VFA പരീക്ഷകളൊക്കെ വരുന്നുണ്ട്. ഈ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പരീക്ഷകൾക്കൊക്കെ 10ഉം 20 മാർക്കുമാണ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിക്കുന്നത്. ഈ ഒരു 10ഉം 20 മാർക്കും നമുക്ക് ഫുൾ മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ബാച്ചിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ക്ലാസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഈ ഒരു ബാച്ചിലോട്ട് നിങ്ങൾക്ക് തന്നെയാണ് അത് ഉപകാരപ്രദം ആവുന്നത്. കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരാം. അതോടൊപ്പം തന്നെ നമ്മളൊരു 10th ലെവൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനി ബോർഡ്, LGS, VFA, BEVCO, LDC തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് പ്ലസ് റെക്കോർഡർ ക്ലാസ്സസ്, PDF നോട്ട്സ്, SCRT ബേസ്ഡ് ക്ലാസ്സസ്, PYQ ഡിസ്കഷൻസ്, എക്സാം ഓറിയന്റഡ് ക്ലാസ് ഉൾപ്പെടെയുള്ള ഒരു 10th ലെവലിന്റെ ഒരു ലൈവ് റെക്കോർഡർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ടെലഗ്രാമിലാണ്. അതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ എന്താണ് 400 രൂപ മാത്രമേ അതിന്റെ കോഴ്സ് 400 രൂപയാണ് അതിന്റെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നത്. 10th ലെവൽ ബാച്ചിന്റെ ഞാൻ മാത്രമല്ല മറ്റ് അധ്യാപകരും കൂടെ ഈ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും സെയിം നമ്പർ തന്നെയാണ്. താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പം കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ എന്തായാലും നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാതിരിക്കരുത്. നമ്മുടെ നോട്ട്സും കാര്യങ്ങളും എല്ലാം അതിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാക്സിമം എല്ലാവരും കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യണേ. അപ്പോൾ അടുത്ത പോയിന്റിലോട്ട് പോവാം. ലോറസ് പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ ടീം ഏതാണ്? ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമാണ്. പഠിച്ചു നോക്കണേ, ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ എന്താണ് ലോറസ് പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ ടീം ഏതാണ്? ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിക്കാം. ആരാണ്? ഹർമൻ പ്രീത് കൗർ ആണ് കേട്ടോ. അടുത്ത പോയിന്റ്, ചൊവ്വയുടെ ഉപരിതലത്തിൽ കടൽ തീരങ്ങളുടെ തെളിവുകൾ കണ്ടെത്തിയ രാജ്യം ഏതാണ്? ചൈനയാണ് കേട്ടോ.
പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ചൊവ്വയുടെ ഉപരിതലത്തിൽ കടൽ തീരങ്ങളുടെ തെളിവുകൾ കണ്ടെത്തിയ രാജ്യം ഏതാണ്? ചൈനയാണ്. നിന്റെ കഥ എന്ന കൃതി ആരുടേതാണ്? ആർ രാജശ്രീയുടെയാണ് കേട്ടോ. അടുത്തിടെ രചിച്ച നിന്റെ കഥ എന്ന് പറഞ്ഞ കൃതി ആരുടേതാണ്? ആർ രാജശ്രീയുടെയാണ്. കുഷ്ഠരോഗം ഇല്ലാതാക്കി എന്ന് ലോകാരോഗ്യ സംഘടന ഔദ്യോഗികമായി സ്ഥിരീകരിച്ച അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ചില്ലിയാണ് കേട്ടോ. ചില്ലി. അപ്പൊ പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ്? കുഷ്ഠരോഗം ഇല്ലാതാക്കി എന്ന് ലോകാരോഗ്യ സംഘടന ഔദ്യോഗികമായി സ്ഥിരീകരിച്ച അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ചില്ലിയാണ്. അടുത്തിടെ JC ഡാനിയലിന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് കേട്ടോ. അടുത്തിടെ JC ഡാനിയലിന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ചിത്രാഞ്ജലി സ്റ്റുഡിയോ ആണ്. ഇന്ത്യയുടെ 93ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ആരവ് ഡെൻഗ്ലയാണ് കേട്ടോ. ഇന്ത്യയുടെ 93ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ആരവ് ഡെൻഗ്ലയാണ്. 92ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ആര്യൻ വർഷ്ണയാണ് കേട്ടോ. വർഷ്ണയാണ്. അതുകൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചോണേ. ഇന്ത്യയുടെ 92ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആര്യൻ വർഷ്ണയും ഇന്ത്യയുടെ 93ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരവ് ഡെൻഗ്ലയുമാണ്. അടുത്ത പോയിന്റ്, ആഗോള എണ്ണ വ്യാപാരത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നതും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതുമായ ഹോർമോസ് കടലിടുക്ക് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇറാൻ, ഒമാൻ, UAE എന്നീ രാജ്യങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം ഹോർമോസ് കടലിടുക്ക് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. നമ്മുടെ രാജ്യത്ത് പോലും, നമ്മുടെ അടുത്ത് പോലും നമുക്ക് LPG ഇന്ധനങ്ങളുടെയൊക്കെ ക്ഷാമം വരുന്നത് എന്താണ്? ഇറാനിൽ നിന്നും മറ്റും എന്താണ് എണ്ണ ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഇവിടെ LPGയുടെ പ്രതിസന്ധിയൊക്കെ നടക്കുന്നത്. കാര്യം എന്താണ്? ഇറാൻ, അമേരിക്കയും ഇസ്രയേലും സംയുക്തമായിട്ട് ഇറാനുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഹോർമോസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ LPGക്കും മറ്റും എന്താണ് ക്ഷാമം വരുന്നത് കേട്ടോ. LPGയും പെട്രോളിനും ഒക്കെ ക്ഷാമം വരുന്നത് കേട്ടോ. അപ്പം ഈ ക്ഷാമം വരുന്നതിന് കാരണം ഈ ഒരു ഹോർമൂസ് കടലെടുക്ക് വഴിയാണ് നമ്മുടെ ഈ ഒരു എണ്ണ വ്യാപാരം ഇന്ത്യയിലോട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു ഹോർമൂസ് കടലെടുക്ക് ഇറാന് അടയ്ക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ഹോർമൂസ് കടലെടുക്ക് ഇപ്പൊ നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് ഹോർമൂസ് കടലെടുക്ക് ഏതെല്ലാം രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതെല്ലാം രാജ്യങ്ങളാണ് അതിന് അതിർത്തി പങ്കിടുന്നത് ഹോർമൂസ് കടലെടുക്കിന്? ഇറാൻ, ഒമാൻ, UAE കേട്ടോ. അപ്പൊ ഹോർമൂസ് കടലെടുക്ക് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഹോർമൂസ് കടലെടുക്ക് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ്? ഇറാൻ, ഒമാൻ, UAE. ഇറാൻ, ഒമാൻ, UAE എന്നീ രാജ്യങ്ങൾക്കിടയിലാണ് ഹോർമൂസ് കടലെടുക്ക് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്, 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മേതിൽ രാധാകൃഷ്ണനാണ് കേട്ടോ. മേതിൽ രാധാകൃഷ്ണൻ 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മേതിൽ രാധാകൃഷ്ണനാണ്. എയർപോർട്ട്സ് കൗൺസിൽ ഇന്റർനാഷണലിന്റെ 2025 എയർപോർട്ട് സർവീസ് ക്വാളിറ്റി അവാർഡുകളിൽ ആഗോളതലത്തിൽ ബെസ്റ്റ് എയർപോർട്ട് അറ്റ് അറൈവൽ പദവി ലഭിച്ച ഇന്ത്യൻ വിമാനത്താവളം ഏതാണ്? കെമ്പേഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം, ബംഗളൂരു ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. എയർപോർട്ട്സ് കൗൺസിൽ ഇന്റർനാഷണലിന്റെ 2025 എയർപോർട്ട് സർവീസ് ക്വാളിറ്റി അവാർഡുകളിൽ ആഗോളതലത്തിൽ ബെസ്റ്റ് എയർപോർട്ട് അറ്റ് അറൈവൽ പദവി ലഭിച്ച ഇന്ത്യൻ വിമാനത്താവളം ഏതാണ്? അഥവാ ഇന്ത്യൻ എയർപോർട്ട് ഏതാണ്? കെമ്പേഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം, ബംഗളൂരു ആണ്. അടുത്ത പോയിന്റ്, 2027 ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? പ്രഗതിയും വികാസവുമാണ് കേട്ടോ. പ്രഗതിയും വികാസവുമാണ്. പഠിച്ചു വെക്കണേ. അപ്പൊ എന്താണ്? 2027 ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രഗതി, വികാസാണ്. പ്രഗതി, വികാസാണ്. ഈ പ്രഗതി എന്ന് പറയുന്നത് സ്ത്രീ എമറേറ്ററിനെയും അതുപോലെ തന്നെ വികാസ് എന്ന് പറഞ്ഞത് എന്യൂമറേറ്ററിനെയും വികാസ് എന്ന് പറയുന്നത് പുരുഷ എന്യൂമറേറ്ററിനെയും ചെയ്യുന്നതാണ്. എന്നീ ഭാഗ്യചിഹ്നങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ ന്യൂഡൽഹിയിൽ വെച്ച് പ്രഖ്യാപിച്ചു കേട്ടോ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. 2027 ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രഗതി, വികാസ്. പ്രഗതി എന്ന് പറയുന്നത് സ്ത്രീ എന്യൂമറേറ്ററും വികാസ് എന്ന് പറയുന്നത് പുരുഷ എന്യൂമറേറ്ററുമാണ് ഭാഗ്യചിഹ്നങ്ങളായിട്ട് വരുന്നത്. ഈ ഒരു ഭാഗ്യചിഹ്നങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ ന്യൂഡൽഹിയിൽ വെച്ച് ഈ ഒരു മാർച്ച് മാസം പ്രഖ്യാപിച്ചു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹ്യ മാധ്യമത്തിൽ നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ് കേട്ടോ. നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയാണ്. പഠിച്ചു നോക്കണേ. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹ്യ
സാമൂഹിക മാധ്യമങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. 60 സാങ്കേതിക വിദ്യയിൽ സഹകരിക്കുന്നതിനായി ഇന്ത്യ ഏത് രാജ്യവുമായാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്? ഫിൻലാൻഡുമായിട്ടാണ് ഒപ്പുവെച്ചത് കേട്ടോ. പഠിച്ചു നോക്കണം. 60 സാങ്കേതിക വിദ്യയിൽ സഹകരിക്കുന്നതിനായി ഇന്ത്യ ഏത് രാജ്യവുമായാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്? ഫിൻലൻഡുമായിട്ടാണ് ഒപ്പിട്ടത്. KSRTCയുടെ ബിസിനസ് ക്ലാസ് സർവീസ് ആരംഭിക്കുന്ന ആദ്യ റൂട്ട് എറണാകുളം മുതൽ തിരുവനന്തപുരമാണ്. എറണാകുളം ടു തിരുവനന്തപുരമാണ്. പഠിച്ചു നോക്കണേ. KSRTCയുടെ ബിസിനസ് ക്ലാസ് സർവീസ് ആരംഭിക്കുന്ന ആദ്യ റൂട്ട് ഏതാണ്? എറണാകുളം ടു തിരുവനന്തപുരമാണ്. എറണാകുളം തിരുവനന്തപുരം റൂട്ടാണ് ആദ്യത്തെ ബിസിനസ് ക്ലാസ് KSRTCയുടെ ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ KSRTCയുടെ അടുത്തിടെ നിയമിതനായിട്ടുള്ള KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാലാണ് കേട്ടോ. അതുകൊണ്ടൊന്ന് അറിഞ്ഞിരിക്കണം. കേരളത്തിൽ ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനും സമഗ്ര പുനരധിവാസത്തിനുമായി കുടുംബശ്രീ ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണ് സുശക്തി മിഷൻ കേട്ടോ. സുശക്തി മിഷൻ. അപ്പൊ എന്താണ്? കേരളത്തിൽ ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനും സമഗ്ര പുനരധിവാസത്തിനുമായി കുടുംബശ്രീ ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണ് സുശക്തി മിഷൻ. കേരള പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി മലപ്പുറം ജില്ലയിൽ നടത്തിയ പ്രത്യേക പരിശോധനയാണ് ഓപ്പറേഷൻ സൈ ഹണ്ട് കേട്ടോ. ഓപ്പറേഷൻ സൈ ഹണ്ട്. മലയാള സിനിമയിലെ ആദ്യ നായികയായ PK റോസിയുടെ പേരിൽ സ്ത്രീകൾക്കായി ആരംഭിച്ച ഫിലിം സൊസൈറ്റി നിലവിൽ വരുന്നത് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോടാണ്. പഠിച്ചു നോക്കണേ. അപ്പൊ എന്താണ്? മലയാള സിനിമയിലെ ആദ്യ നായികയായ PK റോസിയുടെ പേരിൽ സ്ത്രീകൾക്കായി ആരംഭിച്ച ഫിലിം സൊസൈറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോട് ആണ് കേട്ടോ. കോഴിക്കോടാണ്. മഹാകവി ചെറുശ്ശേരി സ്മാരകം നിലവിൽ വരുന്നത് ചിറക്കൽ, കണ്ണൂരിലാണ്. ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു നോക്കണേ. മഹാകവി എന്താണ്? മഹാകവി ചെറുശ്ശേരി സ്മാരകം നിലവിൽ വരുന്നത് ചിറക്കൽ, കണ്ണൂരാണ്. മികച്ച ഏലം കർഷകനുള്ള സ്പൈസസ് ബോർഡിന്റെ ദേശീയ അവാർഡ് നേടിയ മലയാളി ആരാണ്? പയസ് ജോസഫ് ചന്ദ്രൻ കുന്നേലാണ് കേട്ടോ. പയസ് ജോസഫ് ചന്ദ്രൻ കുന്നേലാണ്. പഠിച്ചു നോക്കണേ. മികച്ച ഏലം കർഷകനുള്ള സ്പൈസസ് ബോർഡിന്റെ ദേശീയ അവാർഡ് നേടിയ മലയാളി ആരാണ്? പയസ് ജോസഫ് ചന്ദ്രൻ കുന്നേലാണ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ കർത്തവ്യ പഥിൽ നടന്ന പദയാത്രയുടെ പേരെന്താണ്? ശക്തി വോക്കാണ് കേട്ടോ. ശക്തി വോക്കാണ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ കർത്തവ്യ പഥിൽ നടന്ന പദയാത്രയുടെ പേരെന്താണ്? ശക്തി വോക്കാണ്. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. പ്രഥമ ഗേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ വേദി ഛത്തീസ്ഗഡ് ആണ് കേട്ടോ. പ്രഥമ ഗേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഛത്തീസ്ഗഡ് ആണ്. ഭാഗ്യചിഹ്നം മോർവീർ ആണ് കേട്ടോ. ഭാഗ്യചിഹ്നം മോർവീർ ആണ്. കേരള കൃഷി വകുപ്പിന്റെ കർഷകർക്കായുള്ള സംയോജിത സേവന പോർട്ടൽ എയിംസ് ആണ് കേട്ടോ. AIMS ആണ്. അതായത് അഗ്രി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആണ് കേട്ടോ. പഠിച്ചു നോക്കണേ. അപ്പൊ കേരള കൃഷി വകുപ്പിന്റെ കർഷകർക്കായുള്ള സംയോജിത സേവന പോർട്ടൽ ഏതാണ്? എയിംസ് ആണ്. അഗ്രി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. സംസ്ഥാനത്ത് കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും വലിയ പാലം ഏതാണ്? പെരുമ്പളം പാലമാണ്. ഇമ്പോർട്ടന്റ് ആണ്. 1 മാർക്ക് പ്രതീക്ഷിക്കാൻ ഇനി വരുന്ന പരീക്ഷകളിൽ. പഠിച്ചു നോക്കണം. സംസ്ഥാനത്ത് കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും വലിയ പാലം പെരുമ്പളം പാലമാണ്. പെരുമ്പളം പാലത്തിന്റെ നീളം എന്ന് പറയുന്നത് 1157 മീറ്റർ ആണ് കേട്ടോ. പെരുമ്പളം പാലത്തിന്റെ നീളം എത്രയാണ്? 1157 മീറ്റർ ആണ്. ആലപ്പുഴ ജില്ലയിലെ അരക്കുറ്റി ഗ്രാമപഞ്ചായത്തിനെ പെരുമ്പളം ദ്വീപുമായി ബന്ധിപ്പിക്കുന്നു കേട്ടോ. അപ്പൊ ഇത്രയും പഠിച്ചു വെക്കണം. സംസ്ഥാനത്ത് കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും വലിയ പാലമാണ് പെരുമ്പളം പാലം. ആ പെരുമ്പളം പാലത്തിന്റെ നീളമാണ് 1157 മീറ്റർ. ആ പെരുമ്പളം പാലം ആലപ്പുഴ ജില്ലയിലെ അരക്കുറ്റി ഗ്രാമപഞ്ചായത്തിനെ പെരുമ്പളം ദ്വീപുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ക്ലിയർ ആണേ? അടുത്ത പോയിന്റ്. സാമ്പത്തിക തട്ടിപ്പുകൾ തടയുന്നതിനും സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റായ നിക്ഷേപ നിർദ്ദേശങ്ങൾ പുറത്താക്കുന്നവരെ കണ്ടെത്തുന്നതിനുമായി സെബി പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളാണ് സുദർശൻ കേട്ടോ. സുദർശൻ. പഠിച്ചു നോക്കണേ. ഒന്നുകൂടെ പറയാം. സാമ്പത്തിക തട്ടിപ്പുകൾ തടയുന്നതിനും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തെറ്റായ നിക്ഷേപ ഉപദേശങ്ങൾ നൽകുന്നവരെ കണ്ടെത്തുന്നതിനുമായി സെബി പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളാണ് സുദർശൻ എന്ന് പറയുന്നത് കേട്ടോ. സുദർശൻ. അപ്പൊ എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, നിലവിലെ സെബിയുടെ ചെയർമാൻ ആരാണ്, അഥവാ സെബിയുടെ ഡയറക്ടർ ആരാണെന്നുള്ളത് കമന്റ് ബോക്സിൽ നിങ്ങൾ
രേഖപ്പെടുത്തുക കേട്ടോ. അപ്പൊ നിലവിലെ സെബി ഡയറക്ടർ ആരാണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രാജ്യത്തെ പ്രഥമ ഗ്രാഫിൻ അധിഷ്ഠിത സമ്മേളന വേദി ഏതാണ്? കൊച്ചിയാണ് കേട്ടോ. രാജ്യത്തെ പ്രഥമ ഗ്രാഫിൻ അധിഷ്ഠിത സമ്മേളന വേദി കൊച്ചിയാണ്. ഗ്രാഫിൻ നയം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേട്ടോ. ഇന്ത്യയിൽ വായു മലിനീകരണം കൂടിയ നഗരം ഗാസിയാബാദ് ആണ് കേട്ടോ. ഗാസിയാബാദ് ആണ് ഇന്ത്യയിൽ വായു മലിനീകരണം കൂടിയ നഗരം ഏതാണ്? ഗാസിയാബാദ് ആണ്. അടുത്തിടെ 6.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ പസഫിക് സമുദ്രത്തിലെ ദ്വീപാണ് സോളമൻ ദ്വീപ് കേട്ടോ. ഈ ഒരു സോളമൻ ദ്വീപ് കേട്ടോ, പഠിച്ചു നോക്കണേ. അപ്പൊ എന്താണ്? അടുത്തിടെ 6.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ പസഫിക് സമുദ്രത്തിലെ ദ്വീപ് ഏതാണ്? സോളമൻ ദ്വീപാണ്. സംസ്ഥാനത്തെ 4-7 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിവരുന്ന LSS USS സ്കോളർഷിപ്പ് പരീക്ഷകളുടെ പുതിയ പേരെന്താണ്? CM കിഡ്സ് സ്കോളർഷിപ്പ് ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. സംസ്ഥാനത്തെ 4-7 ക്ലാസ്സുകൾ നമുക്കറിയാം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താണ് 4-7 ഒക്കെ നടക്കുന്ന പരീക്ഷകൾ എന്താണ് പറയുന്നത്? LSS USS പരീക്ഷകളല്ലേ? അതൊരു സ്കോളർഷിപ്പ് എക്സാം അല്ലേ? ആ ഒരു LSS USS സ്കോളർഷിപ്പ് പരീക്ഷകളുടെ പുതിയ പേരാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് LSS USS എന്ന് പറഞ്ഞ് 4 പഠിക്കുമ്പോൾ LSS പരീക്ഷയും 7 പഠിക്കുമ്പോൾ USS പരീക്ഷ നമ്മളൊക്കെ എഴുതി കാണുമല്ലോ, എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു പരീക്ഷ LSS USS പരീക്ഷകളുടെ സ്കോളർഷിപ്പ് പരീക്ഷകളുടെ പുതിയ പേരാണ് CM കിഡ്സ് സ്കോളർഷിപ്പ് കേട്ടോ. CM കിഡ്സ് സ്കോളർഷിപ്പ്. അടുത്ത പോയിന്റ്, SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർമാരായിട്ട് തിരഞ്ഞെടുത്തത് ഋഷഭ് പന്തിനെയും രവീന്ദ്ര ജഡേജയുമാണ് കേട്ടോ. SBI ലൈഫ് ഇൻഷുറൻസ് ആണ്. SBIയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മഹേന്ദ്ര സിംഗ് ധോനിയാണ്. ഇത് SBI ലൈഫ് ഇൻഷുറൻസ് ആണ്. നോട്ട് ചെയ്തോടെ. SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർമാരായത് ആരൊക്കെയാണ്? ഋഷഭ് പന്തും രവീന്ദ്ര ജഡേജയുമാണ്. ഋഷഭ് പന്തും രവീന്ദ്ര ജഡേജയുമാണ് SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആയത്. കേരള മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ച് വനിതകൾക്കായി പിങ്ക് മൊബിലിറ്റി പദ്ധതി ആരംഭിച്ച പ്രമുഖ മൊബിലിറ്റി പ്ലാറ്റ്ഫോമാണ് റാപ്പിഡോ കേട്ടോ. റാപ്പിഡോ പഠിച്ചു നോക്കണേ. എന്താണ്? കേരള മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ച് വനിതകൾക്കായി പിങ്ക് മൊബിലിറ്റി പദ്ധതി ആരംഭിച്ച പ്രമുഖ മൊബിലിറ്റി പ്ലാറ്റ്ഫോം ഏതാണ്? റാപ്പിഡോയാണ്. വിദ്യാർത്ഥികളിൽ പൗരബോധം, സാമൂഹിക ഉത്തരവാദിത്വം, ജീവിത നൈപുണ്യങ്ങൾ എന്നിവ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ചുവട് എന്ന് പറഞ്ഞ പദ്ധതി കേട്ടോ. പഠിച്ചു വെക്കണേ. ഒന്നുകൂടെ പറയാം. വിദ്യാർത്ഥികളിൽ പൗരബോധം, സാമൂഹിക ഉത്തരവാദിത്വം, ജീവിത നൈപുണ്യങ്ങൾ എന്നിവ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ചുവട് പദ്ധതി കേട്ടോ. ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്തിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത പോയിന്റ്, പ്രേം നസീറിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച പ്രേം നസീർ സാംസ്കാരിക സമുച്ചയം നിലവിൽ വരുന്നത് എവിടെയാണ്? ചിറയൻകീഴാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നിത്യഹരിത നായകനായിട്ടുള്ള പ്രേം നസീർ സാംസ്കാരിക സമുച്ചയം നിലവിൽ വരുന്നത് എവിടെയാണ്? ചിറയൻകീഴാണ്. അന്താരാഷ്ട്ര മലേറിയ സമ്മേളനം 2026 വേദി ഡൽഹിയാണ് കേട്ടോ. അപ്പൊ അന്താരാഷ്ട്ര മലേറിയ സമ്മേളനം 2026 വേദി എവിടെയാണ്? ഡൽഹിയാണ്. അടുത്തിടെ ഗിന്നസ് ബുക്ക് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ലജീം ഏത് സംസ്ഥാനത്തെ പരമ്പരാഗത നാടോടി നൃത്തമാണ്? മഹാരാഷ്ട്രയുടെ പരമ്പരാഗത നാടോടി നൃത്തമാണ്. പഠിച്ചു വെക്കണം. അടുത്തിടെ ഗിന്നസ് ബുക്ക് വേൾഡ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ലജീം ഏത് സംസ്ഥാനത്തെ പരമ്പരാഗത നാടോടി നൃത്തമാണ്? മഹാരാഷ്ട്രയുടേതാണ് കേട്ടോ. കേരളത്തിലെ ബിരുദ വിദ്യാർത്ഥികൾക്കായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പുതിയ ഓൺലൈൻ കോഴ്സ് പ്ലാറ്റ്ഫോമാണ് KLearn കേട്ടോ. KLearn പഠിച്ചു നോക്കണം. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ബിരുദ വിദ്യാർത്ഥികൾക്കായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പുതിയ ഓൺലൈൻ കോഴ്സ് പ്ലാറ്റ്ഫോമാണ് KLearn. കേരള ലേൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. KLearn. അടുത്ത പോയിന്റ്, കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി പുതുതായി തെരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? KG സനൽകുമാറാണ്. പഠിച്ചു നോക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരുന്ന പരീക്ഷകളിൽ 1 മാർക്ക് പ്രതീക്ഷിക്കാം. പഠിച്ചു നോക്കുക. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി പുതുതായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് KG സനൽകുമാറാണ്. നിലവിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള A ഷാജഹാൻ മാർച്ച് 30 വിരമിക്കും കേട്ടോ. അപ്പൊ നിലവിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള A ഷാജഹാൻ മാർച്ച് 30 വിരമിക്കും. അദ്ദേഹം വിരമിച്ചതിന് ശേഷം പുതുതായിട്ട് തെരഞ്ഞെടുത്ത വ്യക്തിയാണ് KG സനൽകുമാർ.
വനിതാ ജീവനക്കാരുടെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ഷൈൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കേട്ടോ. ഇപ്പൊ എന്താണ് വനിതാ ജീവനക്കാരുടെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഇതാണ്, ഷൈൻ ആണ് കേട്ടോ. ഷൈന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ ഹറാസ്മെന്റ് ഇൻസിഡന്റ് നോട്ടിഫിക്കേഷൻ ഓഫ് എംപവർമെന്റ് എന്നാണ് അതിന്റെ ഒരു മുഴുവൻ നാമം വരുന്നത് കേട്ടോ. അടുത്ത പോയിന്റ്, KSRTCയുടെ ആദ്യത്തെ ആശുപത്രി നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ. KSRTCയുടെ ആദ്യത്തെ ആശുപത്രി നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം. കേരളത്തിൽ ടൂറിസം വകുപ്പ് ടർട്ടിൽ ടൂറിസം സാധ്യതകൾ പഠിക്കാൻ തെരഞ്ഞെടുത്ത കടലാമ വർഗം ഏതാണ്? ഒലീവ് റിഡ്ലി കടലാമയാണ്. കടലാമ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ട്രോളും കാര്യങ്ങളും ഒക്കെ വന്നതാണല്ലോ. എന്താണ് നമ്മുടെ ഈ 2026 കേന്ദ്ര ബജറ്റില് കേരളത്തിൽ ലഭിച്ച എന്താണ്? കടലാമ പ്രജനന കേന്ദ്രം സ്ഥാപിക്കുമെന്നല്ലേ നമ്മുടെ കേന്ദ്ര ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ നമുക്ക് വേണ്ടി പ്രഖ്യാപിച്ചത്. അപ്പൊ അതുപോലെ ഭയങ്കര ട്രോളുകളും കാര്യങ്ങളും ഒക്കെ വന്നതാണല്ലോ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ കേന്ദ്ര ബജറ്റിന്റെ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ കേന്ദ്ര ബജറ്റിന്റെ ക്ലാസ് ഉണ്ട്, അതൊന്ന് പോയി കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത്, കേരളത്തിൽ ടൂറിസം വകുപ്പ് ടർട്ടിൽ ടൂറിസം സാധ്യതകൾ പഠിക്കാൻ തിരഞ്ഞെടുത്ത കടലാമ വർഗം ഏതാണ്? ഒലീവ് റിഡ്ലി കടലാമ. ഒലീവ് റിഡ്ലി കടലാമയാണ്. ഒരു മിനിറ്റ്. മാക്സിമം വീഡിയോ കാണുന്ന ആൾക്കാരൊന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അടുത്ത പോയിന്റ്, ഫിലിപ്പീൻസിന് ശേഷം ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നതിനായി ഇന്ത്യ കരാർ ഒപ്പിട്ട രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ് കേട്ടോ. ഇന്തോനേഷ്യയാണ്. അപ്പൊ ഫിലിപ്പീൻസിന് ശേഷം ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നതിനായി ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട രാജ്യം ഇന്തോനേഷ്യയാണ്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ സംരക്ഷിച്ചു പോരുന്ന ചീറ്റപ്പുലികളുടെ ആകെ എണ്ണം എത്രയാണ്? 53 വിഭാഗമാണ്. പഠിച്ചു നോക്കണേ. അപ്പൊ എന്താണ്? ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ സംരക്ഷിച്ചു പോരുന്ന ചീറ്റപ്പുലികളുടെ എണ്ണം എത്രയാണ്? 53 ആണ്. ഏത് പ്രമുഖ ഇ-കൊമേഴ്സ് കമ്പനിയാണ് തങ്ങളുടെ ആസ്ഥാനം സിംഗപ്പൂരിൽ നിന്നും ഔദ്യോഗികമായി ഇന്ത്യയിലേക്ക് മാറ്റിയത്, അഥവാ റിവേഴ്സ് ഫ്ലിപ്പ് ചെയ്തത്? ഫ്ലിപ്കാർട്ടാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടാണ്. ഒന്നുകൂടെ പറയാം. ഏത് പ്രമുഖ ഇ-കൊമേഴ്സ് കമ്പനിയാണ് തങ്ങളുടെ ആസ്ഥാനം സിംഗപ്പൂരിൽ നിന്നും ഔദ്യോഗികമായി ഇന്ത്യയിലേക്ക് മാറ്റിയത്? ഫ്ലിപ്കാർട്ടാണ് കേട്ടോ. വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും കന്നുകാലികളെയും ഇടനിലക്കാരില്ലാതെ വാങ്ങാനും വിൽക്കാനുമായി കേരള മൃഗസംരക്ഷണ വകുപ്പ് പുറത്തിറക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് അല്ല, ലാപ്ടോപ്പ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇനി മുതൽ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വളർത്തുമൃഗങ്ങൾ ഉണ്ടെങ്കിൽ അവയെ വാങ്ങാനും അതുപോലെ തന്നെ വിൽക്കാനും ഒക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. മൃഗസംരക്ഷണ വകുപ്പ് പറയുന്നത് അവർ പുറത്തിറക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കയറി വീട്ടിൽ വളർത്തുമൃഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ മേടിക്കാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പോയി നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതിനകത്ത് അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പം ചെക്ക് ചെയ്യുക, അതിലൂടെ നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കും. അപ്പോൾ ചെക്ക് ചെയ്യുക. മൃഗങ്ങളൊക്കെ ഇഷ്ടമായിട്ടുള്ളവർ, അതായത് വളർത്താൻ മൃഗങ്ങളെയൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഈ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ ലാപ്ടോപ്പിന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് ലൈവ് സ്റ്റോക്ക് ആൻഡ് പെറ്റ്സ് ട്രേഡിംഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ലൈവ് സ്റ്റോക്ക് ആൻഡ് പെറ്റ്സ് ട്രേഡിംഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നാണ് ലാപ്ടോപ്പിന്റെ മുഴുവൻ നാമം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, നിങ്ങൾ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വളർത്തുമൃഗങ്ങളെ, പക്ഷികളെയും കന്നുകാലികളെയും ഇടനിലക്കാരില്ലാതെ വാങ്ങാനും വിൽക്കാനും കേരള മൃഗസംരക്ഷണ വകുപ്പ് പുറത്തിറക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ലാപ്ടോപ്പ്. എന്താണ്? ലൈവ് സ്റ്റോക്ക് ആൻഡ് പെറ്റ്സ് ട്രേഡിംഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോം കേട്ടോ. അപ്പോൾ വീട്ടിലെ വളർത്തുമൃഗങ്ങളെയൊക്കെ വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത പോയിന്റ്, മെറ്റയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഏറ്റവും അധികം ഇരയാകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2ാം സ്ഥാനമാണ് കേട്ടോ. കാര്യം എന്താണ്? നമ്മളിവിടെയാണ് ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന ഇവിടെ അല്ലേ, അതുപോലെ തന്നെ പോപ്പുലേഷൻ ഒക്കെ കൂടുതലല്ലേ, അതുകൊണ്ടാണ് ക്രൈം റേറ്റ് കൂടാൻ കാര്യം കേട്ടോ. 1ാം സ്ഥാനം ഓഫ് കോഴ്സ് എവിടെയായിരിക്കും? അമേരിക്കയിലായിരിക്കും കേട്ടോ. അമേരിക്കയാണല്ലോ മെറ്റ കമ്പനിയുടെ ഒക്കെ ഹെഡ് ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പഠിച്ചു നോക്കണേ. അപ്പൊ എന്താണ്? മെറ്റയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഏറ്റവും അധികം ഇരയാകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനമാണ്. 1ാം സ്ഥാനത്തെത്തിയ രാജ്യം അമേരിക്കയാണ്.
BCCIയുടെ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണ് രാഹുൽ ദ്രാവിഡാണ് കേട്ടോ. 2026 2025 സച്ചിൻ ടെണ്ടുൽക്കറിനാണ് കിട്ടിയത്. 2026 രാഹുൽ ദ്രാവിഡിനാണ്. പഠിച്ചു നോക്കണേ. BCCIയുടെ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം രാഹുൽ ദ്രാവിഡാണ് കേട്ടോ. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് നിയമിതനായതാരാണ്? VP സാനു ആണ് കേട്ടോ. VP സാനു ആണ്, മലപ്പുറംകാരനാണ്. ഈ VP സാനു ആണ്. അപ്പൊ നമ്മുടെ U ഷറഫ് അലി ആയിരുന്നു സംസ്ഥാന കൗൺസിലിന്റെ പ്രസിഡന്റായിട്ട് ഇരുന്നത്. അദ്ദേഹം എന്താണ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നുണ്ട്. അദ്ദേഹം മത്സരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഈ ഒരു സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് എന്നുള്ളത് സ്ഥാനം അദ്ദേഹം രാജിവെച്ചു. ആ രാജിവെച്ചതിനെ തുടർന്നാണ് VP സാനു ഈ ഒരു സ്ഥാനം ഏറ്റെടുത്തത് കേട്ടോ. അതൊന്നും അറിഞ്ഞിരിക്കണേ. അപ്പൊ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? VP സാനു ആണ്. അടുത്ത പോയിന്റ്, നീതി ആയോഗ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ അഥവാ ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2026 18 പ്രധാന സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം 15ാം സ്ഥാനമാണ് കേട്ടോ. 1ാം സ്ഥാനം ഒഡീഷയ്ക്കാണ്. ഒന്നുകൂടെ പറയാം, നീതി ആയോഗ് പുറത്തിറക്കിയ ഏറ്റവും അധികം പുതിയ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ 18 പ്രധാന സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 15ാം സ്ഥാനമാണ്. 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഒഡീഷയാണ്. പ്രവാസി മലയാളികൾക്കായി 1 കോടി രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? നോർക്ക കെയർ പ്ലസ് ആണ് കേട്ടോ. പഠിച്ചു നോക്കണേ. പ്രവാസി മലയാളികൾക്കായി 1 കോടി രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് നോർക്ക കെയർ പ്ലസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏജന്റുകൾക്ക് മാത്രമായി നിർമ്മിച്ച മോൾട്ട് ബുക്ക് കേട്ടോ. മോൾട്ട് ബുക്ക് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയ ടെക് കമ്പനിയാണ് മെറ്റാ കമ്പനിയുടെയാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏജന്റുകൾക്ക് മാത്രമായി നിർമ്മിച്ച മോൾട്ട് ബുക്ക് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയ ടെക് കമ്പനിയാണ് മെറ്റാ കമ്പനി കേട്ടോ. അപ്പൊ ഈ മോൾട്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏജന്റുകൾക്ക് മാത്രമായിട്ട് നിർമ്മിച്ച ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് മോൾട്ട് ബുക്ക് കേട്ടോ. 2036 ഇന്ത്യക്ക് ഒളിമ്പിക്സ് വേദി ലഭിക്കാൻ 2036 വൃക്ഷത്തൈ നടാൻ നിർദ്ദേശിച്ച സംഘടനയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ കേട്ടോ. പഠിച്ചു നോക്കണേ. 2036 ഇന്ത്യക്ക് ഒളിമ്പിക്സ് വേദി ലഭിക്കാൻ 2036 വൃക്ഷത്തൈ നടാൻ നിർദ്ദേശിച്ച സംഘടനയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. അടുത്തിടെ ഇന്ത്യയിലെ ആദ്യ LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഏതാണ്? മേനക ഗുരുസ്വാമിയാണ് കേട്ടോ. മേനക ഗുരുസ്വാമിയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണേ. അടുത്തിടെ ഇന്ത്യയിലെ ആദ്യ LGBTQ+ കമ്മ്യൂണിറ്റിയിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? മേനക ഗുരുസ്വാമിയാണ്. ഈ മേനക ഗുരുസ്വാമി തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയിലെ നമ്മുടെ മമതാ ബാനർജിയുടെ പാർട്ടിയിലെ തൃണമൂൽ കോൺഗ്രസ് ആ ഒരു TMC പാർട്ടിയിലെ സ്ഥാനാർത്ഥിയായിട്ടാണ് തിരഞ്ഞെടുക്കുക കേട്ടോ. അപ്പം ഓഫ് കോഴ്സ് അല്ലേ, തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ മമതാ ബാനർജി ഏത് സംസ്ഥാനമാണ്? പശ്ചിമ ബംഗാൾ കേട്ടോ. അപ്പൊ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് പശ്ചിമ ബംഗാളിൽ നിന്നുമാണ് ഇവർ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കേട്ടോ. പറഞ്ഞിരിക്കണം. അടുത്തിടെ ഇന്ത്യയിലെ ആദ്യ LGBTQ+ കമ്മ്യൂണിറ്റിയിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മേനക ഗുരുസ്വാമി. 2025 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ തമിഴ് ഗാനരചയിതാവും കവിയുമായിട്ടുള്ള വ്യക്തിയാരാണ്? വൈരമുത്തു ആണ്. അപ്പം ഈ ഒരു അവാർഡ് കോൺട്രവേഴ്സി നിറഞ്ഞൊരു അവാർഡായിരുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ പേരിൽ കുറെ അലിഗേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഓൾമോസ്റ്റ് ഇദ്ദേഹത്തിന് അവാർഡ് കിട്ടിയതിന് ശേഷം ഈ അലിഗേഷൻസ് ഉന്നയിച്ച വ്യക്തികളൊക്കെ ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അവാർഡിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. എന്തായാലും 2025 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ തമിഴ് ഗാനരചയിതാവും കവിയുമായിട്ടുള്ള വ്യക്തി ആരാണ്? വൈരമുത്തു ആണ്. കുട്ടികളിലെ ഗുരുതര വൃക്കരോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രതീക്ഷ കേട്ടോ. അപ്പോൾ എന്താണ്? കുട്ടികളിലെ ഗുരുതര വൃക്കരോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രതീക്ഷ പദ്ധതി കേട്ടോ. 2026 ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനി ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് K-Phone ആണ് കേട്ടോ. K-Phone ആണ്. കേരള ഫൈബർ ഓപ്റ്റിക്സിന്റെ ഇതാണ് കേട്ടോ. K-Phone എന്ന് പറയുന്നത്. K-Phone എന്ന് പറഞ്ഞാൽ നമ്മുടെ BSNL പോലെയും ജിയോ പോലെയൊക്കെ ഉള്ളൊരു നെറ്റ് കിട്ടുന്ന ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ ആണ് കേട്ടോ. 2026 ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനി ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് K-Phone ആണ്. നിങ്ങൾ ആരെങ്കിലും K-Phone ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയുക കേട്ടോ. ഞാൻ ഏതായാലും ഉപയോഗിക്കുന്നില്ല K-Phone. നിങ്ങൾ ആരും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. കാരണം ഇതിനൊരു അവാർഡ് കിട്ടിയോണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ.
അടുത്ത പോയിന്റ്, ഇറാൻ എണ്ണ ശുദ്ധീകരണ ശാലകൾ സ്ഥിതി ചെയ്യുന്ന അതിപ്രധാന മേഖലയായിട്ടുള്ള ദ്വീപ് ഏതാണ്? ഖാർഗ് ദ്വീപാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് ആയിക്കോട്ടെ, ഏത് പരീക്ഷ ആയിക്കോട്ടെ, അതിൽ ചോദിക്കാൻ സാധ്യത ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ അത് കണക്ട് ചെയ്തുള്ളൊരു ചോദ്യമാണ്. ഇറാൻ എണ്ണ ശുദ്ധീകരണ ശാലകൾ സ്ഥിതി ചെയ്യുന്ന അതിപ്രധാന മേഖലയായിട്ടുള്ള ദ്വീപ് ഏതാണ്? ഖാർഗ് ദ്വീപാണ്. ഖാർഗ് ദ്വീപാണ്. ഇന്ത്യയിലെ 94ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? മായങ്ക് ചക്രവർത്തിയാണ്. നമ്മൾ 93ാമത് ഗ്രാൻഡ് മാസ്റ്റർ വരെ ഈ ഒരു മാസം വന്നിരുന്നു. അതിനുശേഷം ഈ ഒരു മാസം 94ാമത് ഗ്രാൻഡ് മാസ്റ്ററുമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ 94ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആയതാരാണ്? മായങ്ക് ചക്രവർത്തിയാണ്. പ്രത്യേകത എന്താണ്? വടക്കു കിഴക്കൻ മേഖലയിൽ നിന്നുള്ള ആദ്യ ഗ്രാൻഡ് മാസ്റ്റർ ആണ്, ആദ്യ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആണ് മായങ്ക് ചക്രവർത്തി. ലോക പാര അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിയിൽ ഈ ഇരട്ട മെഡൽ നേടിയ മലയാളി വനിതാ താരമാരാണ്? നിമിഷ സുരേഷ് ആണ് കേട്ടോ. നിമിഷ സുരേഷ് ആണ്. പഠിച്ചു നോക്കണേ. ലോക പാര അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിയിൽ ഇരട്ട മെഡൽ നേടിയ മലയാളി വനിതാ താരമാരാണ്? നിമിഷ സുരേഷ് ആണ്. പ്രത്യേകത എന്താണ്? വനിതകളുടെ T446 അഥവാ T46 വിഭാഗം ലോങ് ജമ്പിൽ സ്വർണവും 100 മീറ്ററിൽ വെള്ളിയും നേടിയിരുന്നു കേട്ടോ. അതൊന്ന് പഠിച്ചു നോക്കണേ. അപ്പൊ ലോക പാര അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിയിൽ ഇരട്ട മെഡൽ നേടിയ മലയാളി വനിതാ താരമാരാണ്? നിമിഷ സുരേഷ് ആണ്. വനിതകളുടെ T46 വിഭാഗം ലോങ് ജമ്പിൽ സ്വർണവും അതോടൊപ്പം തന്നെ 100 മീറ്റർ വെള്ളിയും ഈ ഒരു നിമിഷ സുരേഷ് നേടിയിരുന്നു. പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ഉപയോഗിക്കാമേ. പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. 75 സ്വർണവും 69 വെള്ളിയും 64 വെങ്കലവും അടക്കം 208 മെഡലുകൾ നേടിയാണ് ഇന്ത്യ പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് കേട്ടോ. അടുത്ത പോയിന്റ്, നെക്സ്റ്റ് ജനറേഷൻ റോവറുകൾ പരീക്ഷിക്കുന്നതിനായി ചൊവ്വ ഗ്രഹത്തിന് സമാനമായ സാഹചര്യങ്ങൾ നാസ പഠിക്കുന്ന ദ്വീപ് ഏതാണ്? ഡെവോൺ ദ്വീപാണ് കേട്ടോ. ഡെവോൺ ദ്വീപ്. ഈ ഡെവോൺ ദ്വീപ് കാനഡയിലെ നൂനാവട്ട് പ്രദേശത്താണ് ഈ ഡെവോൺ ദ്വീപ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കണേ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, പഠിച്ചു വെക്കണം. എന്താണ്? നെക്സ്റ്റ് ജനറേഷൻ റോവറുകൾ പരീക്ഷിക്കുന്നതിനായി ചൊവ്വ ഗ്രഹത്തിന് സമാനമായ സാഹചര്യങ്ങൾക്കായിട്ടുള്ള നാസ പഠിക്കുന്ന ദ്വീപ്, അതായത് നെക്സ്റ്റ് ജനറേഷൻ റോവറുകൾ പഠിക്കുന്നതിനായി ചൊവ്വ ഗ്രഹത്തിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങളുള്ള ഒരു ദ്വീപാണ്. ആ ദ്വീപിന്റെ പേരാണ് ഡെവോൺ ദ്വീപ്. നാസയാണ് പഠിക്കുന്നത് കേട്ടോ. ഡെവോൺ ദ്വീപ്. ആ ഡെവോൺ ദ്വീപ് വരുന്നത് കാനഡയിലെ നൂനാവട്ട് പ്രദേശത്താണ്. 2026 കടമ്പനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം നേടിയതാരാണ്? ഏഴാച്ചേരി രാമചന്ദ്രനാണ് കേട്ടോ. 2026 കടമ്പനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം നേടിയത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. അടുത്തിടെ സ്വന്തം കറൻസി നോട്ടുകളിൽ നിന്ന് പ്രമുഖ വ്യക്തികളുടെ ചിത്രങ്ങൾ ഒഴിവാക്കി പകരം തദ്ദേശീയമായ വന്യജീവികളുടെയും പ്രകൃതി ദൃശ്യങ്ങളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യമാണ് ബ്രിട്ടൻ ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. അപ്പൊ ബ്രിട്ടനിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, അവിടുത്തെ ഇപ്പൊ കറൻസി മാറിയിട്ടുണ്ടോ എന്ന്. തീരുമാനിച്ചതേ ഉള്ളൂ, പുതിയ കറൻസി വരാൻ പോവാണ്. അപ്പൊ നിങ്ങളും ജസ്റ്റ് ചോദിച്ചാൽ നോക്കിയാൽ അത് അറിയാൻ സാധിക്കും. എന്താണ്? അടുത്തിടെ സ്വന്തം കറൻസി നോട്ടുകളിൽ നിന്ന് പ്രമുഖ വ്യക്തികളുടെ ചിത്രങ്ങൾ ഒഴിവാക്കി പകരം തദ്ദേശീയമായ വന്യജീവികളുടെയും പ്രകൃതി ദൃശ്യങ്ങളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യമാണ് ബ്രിട്ടൻ. മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ സ്ഥാനത്തേക്ക് എത്തുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് ഡോക്ടർ കെ സിന്ധു കേട്ടോ. അപ്പം പഠിച്ചു വെക്കണം. ആദിവാസി വിഭാഗത്തിൽ നിന്നാണ്. അപ്പോൾ പഠിച്ചു വെക്കണം. എന്താണ്? മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ സ്ഥാനത്തെത്തുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തി ആരാണ്? ഡോക്ടർ കെ സിന്ധു ആണ്. അപൂർവ രോഗം ബാധിച്ചവരെ തിരിച്ചറിയാനും അവർക്ക് ദീർഘകാല പരിചരണം ഏകോപിത ചികിത്സയും ഉറപ്പാക്കാനുമായി കേരള ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് കെയർ പോർട്ടൽ കേട്ടോ. കെയർ പോർട്ടൽ പഠിച്ചു നോക്കണേ. അപ്പൊ അപൂർവ രോഗമൊക്കെ ബാധിച്ചവരെന്താണ് നമ്മൾ കൂടുതലും കെയർ ചെയ്യണം. അതിനുവേണ്ടി ഒരു പോർട്ടൽ വേണം. അങ്ങനെ കണക്ട് ചെയ്തോളൂ. അപ്പൊ എന്താണ്? അപൂർവ രോഗം ബാധിച്ചവരെ തിരിച്ചറിയാനും അവർക്ക് ദീർഘകാലം പരിചരണവും ഏകോപിത ചികിത്സയും ഉറപ്പാക്കുന്നതിനുമായി കേരള ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് കെയർ പോർട്ടൽ. കേരളത്തിലെ മരണാനന്തര അവയവദാതാക്കളുടെ സ്മാരകമായ വേവ് ഓഫ് ലൈൻ നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സ്മാരകമാണ്, അവയവദാന സ്മാരകമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ 2ാമത്തെ അവയവദാന സ്മാരകം കൂടിയാണ്. അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കണേ. അപ്പൊ എന്താണ്? കേരളത്തിലെ മരണാനന്തര അവയവദാതാക്കളുടെ സ്മാരകമായ വേവ് ഓഫ് ലൈഫ് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്.
കേരളത്തിൽ 24/7 ഗുണനിലവാരമുള്ള വൈദ്യുതി ഉറപ്പാക്കാനും വൈദ്യുത പ്രസരണ നഷ്ടം കുറച്ച് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉപഭോക്താക്കളിലേക്ക് കാര്യക്ഷമമായി എത്തിക്കാനും KSEB നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതിയാണ് ട്രാൻസ് ഗ്രിഡ് 2.0 കേട്ടോ. ഒന്നുകൂടെ പറയാം, കേരളത്തിൽ 24/7 ഗുണനിലവാരമുള്ള വൈദ്യുതി ഉറപ്പാക്കാനും വൈദ്യുതി പ്രസരണം നഷ്ടം കുറച്ച് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉപഭോക്താക്കളിലേക്ക് കാര്യക്ഷമമായി എത്തിക്കാനും KSEB നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതിയാണ് ട്രാൻസ് ഗ്രിഡ് 2.0. കേരള സംസ്ഥാന വഖഫ് ബോർഡിന്റെ പുതിയ ചെയർമാനായി നിയമിതനാവുന്നതാരാണ്? KS ഹംസയാണ് കേട്ടോ. കേരള സംസ്ഥാന വഖഫ് ബോർഡിന്റെ പുതിയ ചെയർമാനായി നിയമിതനാവുന്ന ആരാണ്? KS ഹംസയാണ്. BCCIയുടെ ആജീവനാന്ത പുരസ്കാരം നേടിയവരാരൊക്കെയാണ്? രാഹുൽ ദ്രാവിഡ്, മിതാലി രാജ്, റോജർ ബെന്നിയാണ്. പഠിച്ചു നോക്കണം. അടുത്തിടെ BCCIയുടെ ആജീവനാന്ത പുരസ്കാരം നേടിയവരാരൊക്കെയാണ്? രാഹുൽ ദ്രാവിഡ്, മിതാലി രാജ്, റോജർ ബെന്നിയാണ്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായ മലയാളി എഴുത്തുകാരനാരാണ്? N പ്രഭാകരനാണ്. കൃതി മായാ മനുഷ്യൻ എന്ന് പറഞ്ഞ നോവലാണ് കേട്ടോ. ഒന്നുകൂടെ പറയാം, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായ മലയാളി എഴുത്തുകാരനാരാണ്? N പ്രഭാകരനാണ്. കൃതി ഏതാണ്? മായാ മനുഷ്യനാണ് കേട്ടോ. അപ്പൊ നമ്മൾ വളരെ എഫോർട്ട് എടുത്താണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പൊ നിങ്ങൾ മാക്സിമം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ നിന്ന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. 45 മിനിറ്റാണ് ഈ ഒരു ക്ലാസ് പോയത്. അപ്പോൾ നിങ്ങൾ ഇത്രയും എഫോർട്ട് എടുത്താണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റു ക്ലാസ്സുകളും ഒന്ന് കയറി കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മാർച്ച് മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിന് മുഴുവൻ കറണ്ട് അഫയേഴ്സിന്റെ പാർട്ട് 1 ക്ലാസ് ആണ് നമ്മളിപ്പം ചെയ്തത്. ഇനി പാർട്ട് 2 നമ്മൾ ഉടനെ തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് മാക്സിമം ഒന്ന് പ്രോത്സാഹനം സപ്പോർട്ട് തന്നെങ്കിൽ മാത്രമേ നമുക്ക് പാർട്ട് 2 അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ചാണ്. അഡ്മിഷൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. PDF നോട്ട്സും കാര്യങ്ങളും എല്ലാം ഈ ഒരു ഗ്രൂപ്പിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ, താല്പര്യമുള്ളതെന്നല്ല എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാകുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചാനൽ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തും ഫോളോ അപ്പ് ചെയ്തും ഒന്ന് വെക്കുക. കേരള PSCയുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾക്കും സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ്സുകൾക്കും മറ്റു വിഷയങ്ങളുടെ ക്ലാസ്സുകൾക്കും അതുപോലെ തന്നെ അപ്ഡേറ്റ്സുകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോ ആയിട്ടും പുതിയ ക്ലാസ്സുകളുമായിട്ടും ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു.